ഹലോ, അതെ, സന്തോഷാണ്. എനിക്ക് സന്തോഷമാണ്. നിങ്ങൾ ആരാ? എന്ത് വേണം? ഇവിടെ ജോലി തിരക്കുണ്ട്. ആരാണെന്ന് പറയേ. ഒരല്പസമയല്ലേ, അതുകൊണ്ട് ജോലി തൊലയാനൊന്നും പോണില്ല. നിങ്ങൾ ആരാ? കാര്യം പറയൂ. ഞാൻ റീത്ത, മനസ്സിലായോ? ഓ, അത് ശരി. ഞാൻ മറ്റാരാണെന്ന് കരുതി. അങ്ങനെ ഫോൺ വരാറുണ്ടോ? ചിലപ്പോ ചില വട്ട് കേസുകൾ. ആ, ചേച്ചിയുടെ അസുഖം എങ്ങനെയുണ്ട്? പേടിക്കാനില്ലെന്ന് പറഞ്ഞു. ടെസ്റ്റിന്റെ റിസൾട്ട് വരണം. എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട്. എന്താണത്? അതെ, അത് ഐ ലവ് യു. പ്രേമത്തിന് കണ്ണില്ലെന്ന് പറയുന്നത് എത്ര ശരിയാണ്. കണ്ണു മാത്രമല്ല, ബെല്ലും ബ്രേക്കും ഒന്നുമില്ല. ആദ്യം കണ്ടപ്പോൾ കടിച്ചു കീറാവുന്നവരാ. പിന്നെ പ്രേമിക്കുക. എല്ലാ പ്രേമത്തിന്റെ പുറകിലും ഇങ്ങനെ വല്ല കഥകളും ഉണ്ടാവും, അല്ലേ? അതെനിക്കറിയില്ല, പക്ഷെ ഇതൊരു ത്രില്ലല്ലേ, ജീവിതത്തിൽ പിന്നീട് ഓർത്ത് രസിക്കാൻ. എനിക്കങ്ങനെയല്ല. ഒരു കുടുംബത്തിന്റെ മുഴുവൻ ഭാരവും ചുമക്കേണ്ടവനാണ് ഞാൻ. സഹായത്തിന് ഞാനുണ്ടല്ലോ, നമുക്ക് രണ്ടുപേർക്കും കൂടി ചുമക്കാം. പറയാൻ എളുപ്പമാണ്. ഞാൻ നിന്റെ ചേട്ടന്റെ ഓഫീസിലൊരു ജീവനക്കാരനാ. ഇതറിഞ്ഞാൽ എന്റെ ജോലി പോവും. ഒരു കുടുംബം പെരുവഴിയിലാവും. അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ഇതവര് സപ്പോർട്ട് ചെയ്യുള്ളൂ. എനിക്കെന്തോ അത്ര വിശ്വാസമില്ല. ചങ്കുറ്റം വേണം. എന്തിനാ പേടിക്കുന്നത്? പേടിയല്ല, യാഥാർത്ഥ്യങ്ങൾ പലപ്പോഴും സന്തോഷകരമായിരിക്കില്ല. ആദ്യം ആത്മവിശ്വാസം വേണം. എന്തിനാ ചിരിക്കുന്നേ? തന്റെയുടെ എന്നെക്കാൾ നിനക്കാണല്ലോ കൂടുതൽ. ശരി, എന്ത് നേരിടാനും സഹിക്കാനും ഞാൻ തയ്യാർ. നാളെ ഞാൻ ഫോൺ ചെയ്യാം. ഓക്കെ, ബൈ. ബൈ. ടേക്ക് കെയർ. എന്ത് പറ്റി? റീത്ത ഇവിടെ വന്നിട്ട് ദിവസങ്ങളായി. എക്സാം എടുത്തിട്ടും അവൾ ഒരക്ഷരം പഠിച്ചു കണ്ടിട്ടില്ല. ചിലരങ്ങനെയാണ്. റിസൾട്ട് വരുമ്പോ പാസ്സായിരിക്കും. അവളെ എത്രയും വേഗം ഹോസ്റ്റലിലേക്ക് വീട്ടിലേക്ക് പറഞ്ഞയക്കണം. എന്തിന്? വന്നല്ലേ ഉള്ളൂ. അവൾക്ക് ഇഷ്ടമുള്ളപ്പോ പോട്ടെ. പറഞ്ഞു വിടാനൊന്നും പോകണ്ട. അവളിവിടെ ആർക്കൊരു ശല്യമല്ല. എന്തോ ഒടുക്കം ചീത്തപ്പേര് കേട്ടു എന്ന് പറയരുത്. നീ എന്തോ മറച്ചു വെച്ചാണല്ലോ സംസാരിക്കുന്നത്. എന്താ, വല്ല കുഴപ്പവും ഒപ്പിച്ചിട്ടാണോ റീത്ത വന്നിരിക്കുന്നത്? അതല്ല, ഇവിടെ വന്നതിന് ശേഷമാണ് തുടങ്ങിയത് പ്രേമം. നിങ്ങളുടെ കമ്പനിയിലെ മാനേജർ സന്തോഷാണ് പാർട്ടി. അത് ശരി. അവൻ ഇതിനാണോ എന്നോട് ഇത്ര വലിയ ബഹുമാനം കാണിച്ചത്? പുറത്ത് ചുറ്റാൻ പോവും. ഇപ്പോ ഇവിടെ കൊണ്ടുവന്ന് വിടാനും തുടങ്ങിയിരിക്കുന്നു. അനിയത്തി കൊള്ളാലോ. വന്ന ദിവസങ്ങൾക്കകം കൊള്ളാവുന്ന ഒരുത്തിനെ വളച്ചു. ഞാൻ കാര്യമായിട്ടാ പറഞ്ഞത്. ഇതിപ്പോഴേ നിർത്തണം. നമ്മളും ഇങ്ങനെയൊക്കെ തന്നെ ആയിരുന്നില്ലേ കഴിഞ്ഞിരുന്നത്? അതുകൊണ്ടേ നമ്മൾ ഇക്കാര്യത്തിൽ ഇടപെടണ്ട. ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഒടുക്കം എന്നെ കുറ്റം പറയരുത്. വരട്ടെ. റോങ് സൈഡിൽ പോകുന്നുണ്ടെങ്കിൽ വിലക്കാം. പോരെ? ശരി, വാ. സർ, മാനേജറോട് വരാൻ പറയും. ഓക്കെ സർ. മേ ഐ കം ഇൻ സർ? യെസ്, കം ഇൻ. സന്തോഷം ഇരിക്കൂ. താങ്ക് യു സർ.
വലിയ കുടുംബം നോക്കി നടത്തുന്ന സന്തോഷിനോട് എനിക്ക് വലിയ ബഹുമാനമാണ്. അവിടെ ഒരു അന്യജാതി പെൺകുട്ടി ചെന്നാൽ എങ്ങനെ ഇരിക്കും? എന്താണ് സാർ ഇങ്ങനെയൊക്കെ പറയുന്നത്? റീത്തയെ താൻ പ്രേമിക്കുന്നു എന്നറിഞ്ഞു, നേരാണോ? അത് ഞാൻ റീത്ത എന്നല്ല, ചോദിച്ചതിന് ഉത്തരം പറയണം. തനിക്കിഷ്ടാണോ? അതിപ്പോ വീട്ടിൽ. അപ്പോൾ പ്രേമം ശരിയാണ്, മറ്റുള്ളവരുടെ എതിർപ്പാണ് പ്രശ്നം. സാർ തെറ്റിദ്ധരിക്കരുത്. എടോ, ഞാനും പ്രേമിച്ചു തന്നെ കെട്ടിയത് പ്രിയതയുടെ ചേച്ചി. എന്റെ കീഴ് ജീവനക്കാരാണെന്ന് കരുതി താൻ പേടിക്കണ്ട. തനിക്കിഷ്ടാണോ? ഞാൻ നടത്തിത്തരും കല്യാണം. ഓക്കെ? താങ്ക് യു സാർ. സാർ ഒരു വലിയ മനുഷ്യനാണ്. മതി മതി മതി, പോ. ഇന്ന് നേരത്തെയാണല്ലോ. എവിടെ റീത്ത? അകത്തുണ്ട്. റീത്തേ, റീത്ത ഇരിക്കെ. പഠിപ്പ് മുടക്കി തന്നെ വേണോ ഊരു ചുറ്റൽ? എല്ലാം ചേട്ടൻ അറിഞ്ഞു. ഞാൻ അവനോട് നേരിട്ട് ചോദിച്ചു, അവനിഷ്ടാണ്. എക്സാം കഴിഞ്ഞാൽ കല്യാണം നടത്തി കൊടുക്കാമെന്ന് ഞാൻ പറഞ്ഞു. അവൻ വലിയ സന്തോഷത്തിലാ. ഓ, പെണ്ണിന്റെ മുഖം ചുമന്ന് നോക്ക്. താങ്ക്സ് ചേട്ടാ. എന്നാ ഈ സന്തോഷകരമായ സുദിനം കൊണ്ടാടാൻ നമ്മൾ ഇപ്പൊ തന്നെ ഔട്ടിങ്ങിന് പോകുന്നു. അപ്പുണ്ണേട്ടാ, അപ്പുണ്ണേട്ടാ. വരുന്നു. എല്ലാം ഇപ്പൊ പോയതേ ഉള്ളൂ. ഞാൻ കണ്ടു. എന്നാ വാ, ഇനി കുറച്ചു നേരം നമ്മളെ ഇവിടുത്തെ ഹൗസ് ഓണേഴ്സ്. കമാൻ ഡാർലിംഗ്, പെട്ടെന്ന് വാ. നല്ല മണമാണല്ലോ ഇത്. ഓർഡറാ. നാളത്തെ ഡേറ്റ് അറിയാലോ? ഡോക്ടറെ കാണുന്ന പറഞ്ഞ ഓർമ്മയില്ലേ? ഓ, ഇനിയിപ്പൊ അതൊന്നും വേണ്ട. എനിക്കൊരു അസുഖമില്ല. സ്കാൻ ചെയ്ത് റിസൾട്ട് വന്നില്ലല്ലോ. അത് പിന്നെ എനിക്ക് നീയും റീത്തി നാളെ പോയാ മതി. അത് പറ്റില്ല. ചേട്ടൻ കൂടെ വരണം. നാളെ ഓഫീസിൽ ഒരുപാട് ജോലിയുണ്ട്. നിങ്ങൾ പോയാ മതി. എന്നാ ഞാൻ പോകുന്നില്ല. ഓ, ഒരു കാര്യം പറഞ്ഞാൽ മനസ്സിലാക്കില്ല. ശരി, ഞാൻ വരാം. അങ്ങനെ പറയേ. ഹോസ്പിറ്റലിൽ വന്ന റിസൾട്ട് അറിഞ്ഞിട്ട് നേരെ ഓഫീസിൽ പോയിക്കോ. ഇതാണ് പെണ്ണ് കെട്ടിയാൽ കാല് കെട്ടിയെന്ന് പഴയ ആളുകൾ പറയുന്നത്. നിനക്ക് വിവരമുണ്ട്, ഇവൾക്കതില്ല. നീ വെറുതെ കാല് കെട്ടാൻ പോവല്ലേ? പാവം. സന്തോഷേ, നിന്റെ സന്തോഷം പോയടാ. ചേട്ടാ.